റീനീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു റീനീറ്റ് തന്നെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. എന്നാൽ ചില റീനീറ്റ് അല്ല റീ അസസ്മെൻ്റ് ആണ് വേണ്ടത് എന്നുള്ള രീതിയിലും അതിനകത്ത് കമൻറ്റുകൾ വന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി എന്താവാൻ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ മുന്നിലുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ മൈൻഡിലോട്ട് വന്ന ചില തോട്ട്സ്, ചിന്തകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേപ്പർ ലീക്കിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ആശങ്കയുണ്ട്. ഒരുപാട് അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേപ്പർ ലീക്കിനെ കുറിച്ച് കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേര് അതിന് താഴെ കമൻറ്റ് ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്ത്, നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് പെർഫോം ചെയ്ത് സ്കോർ ചെയ്ത സ്റ്റുഡൻസിനോട് ചെയ്യുന്ന ക്രൂരതയല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേപ്പർ ലീക്കിനെതിരെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ കണ്ണടക്കാൻ പാടില്ല. അത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിനോട് നമ്മൾ ചെയ്യുന്ന അനീതിയായിരിക്കും. കാരണം ഒരുപാട് പേര് പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എക്സാമാണ് നീറ്റ് എക്സാം. ഒരുപാട് വർഷങ്ങൾ ചെലവഴിച്ച് അവരുടെ ഭാവി തന്നെ ആ ഒരു നീറ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് അതിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അവർ പോകുന്നത്. അതുകൊണ്ട് അത് അത്രയ്ക്ക് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നീതി. ആ നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അപ്പം ഇതുപോലെ നമുക്ക് വിഷമമുണ്ട്. ഒരുപാട് പേര് നന്നായി പഠിച്ച് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു അച്ചീവ്മെൻറ്റ് അവർ അവിടെ നേടിയിട്ടുള്ളത്. പക്ഷേ അതുപോലെ തന്നെ മറുഭാഗത്ത് ഒരുപാട് ബോർഡർ ലൈൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം ഗവൺമെൻറ് MBBS ആഗ്രഹിക്കുന്നവർ, അവർ ചിലപ്പം അനർഹർ ഇതിനകത്ത് പേപ്പർ ലീക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അനർഹർ ഇതിനകത്ത് കയറിയത് കാരണം അവർ പിറകോട്ട് പോകാം. മാത്രമല്ല, സെൽഫ് ഫിനാൻസിങ്ങിൽ MBBS ആഗ്രഹിക്കുന്നവർ അവർ പിറകോട്ട് പോകാം. അതുപോലെ ഓരോരോ കോഴ്സിലും ആഗ്രഹിക്കുന്നവർ ഈ ഒരു അനർഹർ ഇതിനകത്തുള്ളത് കാരണം പിറകിലോട്ട് പോയേക്കാം. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ എപ്പോഴും നീതിയുടെ ഭാഗത്താണ് നിലകൊള്ളേണ്ടത്. പേപ്പർ ലീക്ക് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടണം. അത് ഓക്കെ, അങ്ങനെ ആ ഒരു കാര്യം. ദെൻ ഇനി നമുക്ക് മുന്നിലുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ, പേപ്പർ ലീക്കിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നു. പേപ്പർ ലീക്ക് ഇല്ല എന്ന് തന്നെ അവർ പ്രൂഫ് നമുക്ക് ക്ലാരിഫിക്കേഷൻ അങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം പിന്നീട് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം റീ അസസ്മെൻറ്റ് എന്നുള്ളതായിരിക്കും. അപ്പോൾ റീ അസസ്മെൻറ്റിലോട്ട് പോകുമ്പം ഗ്രേസ് മാർക്ക് വേണ്ട, അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കാം പലരും ആവശ്യപ്പെടുന്നത്. അപ്പം ഗ്രേസ് മാർക്കിനെ ഒഴിവാക്കിയെന്ന് വിചാരിക്കും. ഗ്രേസ് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഇപ്പം ഗ്രേസ് മാർക്ക് നൽകപ്പെട്ട സ്റ്റുഡൻസ് അവർ ടൈം ലോസിന് വേണ്ടിയിട്ടാണ് നൽകിയത്. അവർ കോർട്ടിൽ പോകും. അവർക്ക് എന്തെങ്കിലും അതിനകത്ത് പരിഹാരം വേണമെന്നുള്ള രീതിയിൽ അവർ ടൈം ലോസ് ആയിട്ടുണ്ട്. അത് അവരുടെ എറർ കാരണമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കോർട്ടിൽ പോകും. ഒന്ന്. ഇനി അത് മാത്രമല്ല, റീ അസസ്മെൻറ്റിലോട്ട് പോകേണ്ടതായിട്ട് എന്തായാലും വരും. കാരണം അതിനകത്തൊരു ലോജിക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം അത് ക്ലാറ്റ് എന്നുള്ള ഒരു എക്സാമിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതുവഴിയാണ് നോർമലൈസേഷൻ നടത്തിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടൈം മാക്സിമം കിട്ടിയ ടൈം ബയോളജിയാണ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പം ബയോളജിയും അതുപോലെ കെമിസ്ട്രിയിലെ തിയറിയും ഒക്കെയാണ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പം അവർക്ക് മാക്സിമം അതിനകത്ത് ഇപ്പം ബയോളജി നമുക്കറിയാം നന്നായിട്ട് 350 360 ഒക്കെ സ്കോർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് പോലും പലപ്പോഴും ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ടൈം മാനേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കാരണം വളരെ ലോ സ്കോർ വരാറുണ്ട്. അപ്പം ബയോളജിയിൽ 350 360 ഒക്കെ നമുക്ക് പലർക്കും പോസിബിൾ ആയിട്ടുള്ള സ്കോറാണ്. എന്നാൽ പലർക്കും ആ ഒരു ബയോളജി നന്നായിട്ട് പെർഫോം ചെയ്ത സ്റ്റുഡൻറ്റിന് പോലും ഫിസിക്സിൽ വീക്കായിട്ട് അല്ലെങ്കിൽ ന്യൂമറിക്കൽസിൽ വീക്കായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജിയിൽ 100% സ്കോറിംഗ് എഫിഷ്യൻസി, ആൻസറിംഗ് എഫിഷ്യൻസി ഉണ്ട് എന്ന് വിചാരിച്ച് അതെങ്ങനെയാണ് ഫിസിക്സിലോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുക? കാരണം അത് രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളല്ലേ. അതിന് ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീ അസസ്മെൻറ്റിലോട്ട് അങ്ങനത്തെ, അതായത് ടോട്ടലി ആ ഒരു ആൻസറിങ് എഫിഷ്യൻസി ബേസ് ചെയ്തിട്ടാണ് മറ്റ് സബ്ജക്റ്റിലോട്ട് അവർ കൊടുത്തിട്ടുള്ളതെങ്കിൽ അപ്പം അത് റീ അസസ്മെൻറ്റിലോട്ട് പോകേണ്ടി വരും. അങ്ങനെ റീ അസസ്മെൻറ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവരുടെ സ്കോർ ഗ്രേസ് മാർക്ക് എടുത്ത് കളയുകയാണെങ്കിൽ അവർ കോടതിയിൽ പോകും. അതുമാത്രമല്ല, അപ്പോൾ അവർക്ക് റീനീറ്റ് എന്നുള്ള രീതിയിൽ അവർ ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ ഞാൻ ആലോചിച്ചു അവർക്ക് മാത്രം റീനീറ്റ് നടത്തുന്ന രീതിയിൽ എന്തെങ്കിലും അതിനകത്ത് അങ്ങനെ ഒരു പോസിബിലിറ്റി വരുമോ എന്നുള്ള രീതി. പക്ഷേ അപ്പോഴും ഒരുപാട് പേര്, നീറ്റ് എന്ന് പറയുമ്പോൾ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമാണ്. ഒരുപാട് പേര് പറയും ഞങ്ങൾക്ക് സമയനഷ്ടം വന്നിട്ടുള്ളവരുണ്ടാവാം. ഇൻവിജിലേറ്റേഴ്സിൻ്റെ പ്രശ്നം കാരണം അല്ലെങ്കിൽ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ കാരണമൊക്കെ സമയനഷ്ടം വന്നിട്ടുള്ളവരുണ്ടാകാം. അപ്പോൾ അവരും കോടതിയിൽ പോകും. അപ്പം കാരണം ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയില്ല, എങ്ങനെയാണ് ഇങ്ങനെ ചിലർക്ക് മാത്രം ഇതിന് ആനുകൂല്യം ലഭിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ കോർട്ടിൽ പോകാം. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പോകുമ്പം, കാരണം നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണ്. 1 2 3 മിനിറ്റ് ഒക്കെ നഷ്ടപ്പെട്ടവർ, 1 മിനിറ്റ് 1 സെക്കൻഡ്സ് നഷ്ടപ്പെട്ടവർ ഒരു കോടതിയിൽ പോകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഇവർക്കെല്ലാം റീനീറ്റ് നടത്തുക എന്ന് പറയുമ്പം റീനീറ്റ് നടത്തുന്ന പോലെ തന്നെയാകും അത്. അപ്പം അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം. അപ്പം നോർമലൈസേഷനുമായി ബന്ധപ്പെട്ട് റീ അസസ്മെൻറ്റിലോട്ട് പോകേണ്ടതായിട്ട് വരും. കാരണം നോർമലൈസ് ചെയ്ത രീതി നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊരു ലോജിക്കില്ല.
അങ്ങനെ റീ അസസ്മെൻറ്റിലോട്ട് പോകുമ്പം ഗ്രേസ് മാർക്ക് ഒഴിവാക്കുമ്പം അവർ പരാതിപ്പെടുമ്പോൾ റീനീറ്റിലോട്ട് പോകുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്ത് അങ്ങനെ അവരും പറയും ഞങ്ങൾക്കും വേണം റീനീറ്റ് എന്നുള്ള രീതിയിൽ. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം NTA കുടുങ്ങിയിരിക്കുകയാണ്. കുടുക്ക് മാത്രമല്ല കുടുക്കിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി എന്താണ് പോസിബിലിറ്റീസ് എന്ന് നമ്മൾ ആലോചിക്കുമ്പം മേ ബി നമ്മൾ ഇതിനകത്ത് പ്രതികരിക്കണം. അതിനകത്ത് കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ അനുവദിക്കാവൂ. കൃത്യമായ ഒരു നീതി നീറ്റെഴുതി എല്ലാവർക്കും ഇതിനകത്ത് വേണം. അതിനകത്ത് അപ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സൊല്യൂഷൻസ് ഒക്കെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത് ഒരുപാട് ആളുകളിലോട്ട് എത്തിക്കുവാൻ ശ്രമിക്കുക. കാരണം നീറ്റ് എഴുതിയ ഓരോ സ്റ്റുഡൻറ്റിനും ഇതിനകത്ത് നീതി വേണം. നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ പ്രതികരിക്കണം. കാരണം നമ്മളിപ്പം പ്രതികരിച്ചില്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസിനോട് നമ്മൾ ചെയ്യുന്ന അനീതിയാണ്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.